السلام عليكم. الحمد لله والصلاة والسلام على أفضل الأنبياء وعلى آله وأصحابها الطيبين الطاهرين. ബഹുമാന്യരെ, ഞാൻ അകലാട് വലിയുള്ള ഷെയ്ഖ് അഹമ്മദ് ദർവേഷ് അൽ ഖാദിരി ഉൽ റഹ്മത്തുള്ളാഹി തങ്ങളുടെ മകൻ സക്കരിയ ദർവേഷ്. ഇന്നിപ്പോഴും ഞാനിവിടെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നത് വഖഫ് ബില്ല്. അതാണൊന്ന് എവിടെയും ചർച്ചാ വിഷയം. അതായത് അക്ഷരാർത്ഥത്തിൽ മുസ്ലിങ്ങളെ ഏതെല്ലാം രൂപത്തിൽ ഉപദ്രവിക്കാൻ പറ്റും, കൊല്ലാൻ പറ്റും, കൊല്ലുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അവസാനത്തെ കൈ എന്ന നിലയ്ക്കാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. പാർലമെന്റും രാജ്യസഭയും അത് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പും വെച്ച്. പ്രസിഡന്റ് ഒപ്പ് വെച്ചിട്ട് ആ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ മധ്യപ്രദേശിൽ 30 വർഷം പഴക്കമുള്ള മദർസ അതേപോലെ തന്നെ തല്ലി തകർക്കുകയും ചെയ്തു. വഖഫ് ബോർഡ് മുസ്ലിങ്ങൾ 70 വർഷമായിട്ട് ഇതിൽ കൂടുതലായി ഈ വഖഫ് ബോർഡ് കൊണ്ടിട്ട് മുസ്ലിം ജനതക്കോ അല്ലാത്തവർക്കോ രാജ്യത്തിനോ യാതൊരുവിധ ഉപദ്രവവും ഉണ്ടായിട്ടില്ല, ഗുണമല്ലാതെ. ഇസ്ലാമിക തത്വമനുസരിച്ച് അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിൻ്റെ രീതി അനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ളതാണ് ഈ വഖഫ്. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങൾ വന്ന് കൈകടത്തുന്നുണ്ടോ? ക്രിസ്ത്യാനികൾ അതുപോലുള്ള അവരുടെ പ്രശ്നങ്ങളിൽ മുസ്ലിങ്ങൾ വന്ന് കൈകടത്തുന്നുണ്ടോ? പിന്നെ എന്തിന് വള്ളി ഇപ്പോൾ മുസ്ലിങ്ങളെ നോക്കിയിട്ട് കൊല ചെയ്യുന്നത്? ആദ്യം മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യം വിട്ടു പോകണമെന്ന് പറഞ്ഞു, പിന്നെ പൗരത്വ ബില്ല് കൊണ്ടുവന്നു, പിന്നെ സിവിൽ കോഡ് കൊണ്ടുവന്നു, പിന്നെ പർദ്ദ വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ മദ്രസ പൊളിക്കണം, പള്ളി പൊളിക്കണം, ഇമാമാരെ കൊല്ലണം, ഖുർആൻ ചുട്ടീകരിക്കണം. അവസാനം അലഹാബാദ് കോടതിയിൽ ഒരു ജഡ്ജി എന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു, ഇവിടെ ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നതും ന്യൂനപക്ഷം സഹിച്ചിരുന്നോളെന്ന്. ബന്ധുവിൻ്റെ സ്ത്രീധനം കിട്ടിയ രാജ്യം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയിട്ടുള്ള മുസ്ലിങ്ങൾ വളരെ വലുതാണ് അവരുടെ എണ്ണം. ആ ഡൽഹി ഗേറ്റ് ഉണ്ടല്ലോ, ഒരു ഗേറ്റ് ഓഫ് ഇന്ത്യ ഗേറ്റ്, ആ ഇന്ത്യ ഗേറ്റിൽ പോയി നോക്കിയാൽ 35% മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രക്തം ചിന്തിയ മുസ്ലിങ്ങളുടെ പേരാണ് കൊത്തിവെച്ചത്. മോഡിയുടെ അമിത്ഷായുടെ അല്ലെങ്കിൽ വേറൊരുത്ത ഉണ്ടല്ലോ, എന്താ ഒരു എന്തെന്നാ യോഗി, ഇവന്റെ വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിന്റെ പേര് കാണുമോ? ഈ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം അന്നം തേടി വന്ന ബ്രിട്ടീഷുകാരിട്ട് ഇന്ത്യക്ക് നിലനിൽപ്പുണ്ടാക്കിയത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളുടെ രക്തം കുടിച്ചേ അടങ്ങുന്നത് ഈ 3 ത്രിമൂർത്തികൾക്ക് എന്താണ് ഇത്ര വലിയ വാശി? അപ്പൊ അവസാനം വഖഫ് ബോർഡ് ബില്ല്, അതായത് വഖഫ് ബോർഡ് ഈ ഇസ്ലാമിക രീതി അനുസരിച്ചുള്ള ആ പള്ളികളും മദർസകളൊക്കെ തന്നെ തകർക്കുക, ഭൂമി പിടിച്ചെടുക്കുക. ഇതിന് ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട്. സ്വതന്ത്ര ഭാരതത്തില് ഓരോ ജാതിക്കാർക്കും അവരുടെ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഭരണഘടന പറയുന്നുണ്ടല്ലോ. അതെല്ലാം ലംഘിച്ചുകൊണ്ട് സുപ്രീം കോടതി വരെ ലംഘിച്ചിരിക്കുന്നത്. കാരണം ഇയാൾ തന്നെ പറഞ്ഞില്ലേ, എന്താ പിന്നെ 1857 മുതൽ 1949 വരെ അയോധ്യ ബാബരി മസ്ജിദിൽ മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തിയിരുന്നു. അത് കോടതിക്ക് ബോധ്യം വന്നതുമാണ്. എന്നിട്ട് ആ ബോധ്യം വന്ന കോടതി നീതി നിഷേധം ആ നിയമത്തെ അട്ടിമറിക്കല്ലേ ചെയ്തത് എന്ന് ഞാനല്ല പറയുന്നത്, ജസ്റ്റിസ് നരിമാൻ. കോടതിക്ക് അത് ബോധ്യം വന്നിട്ട് കോടതി കണ്ണടച്ചു. അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ചെയ്യുന്ന ചമ്മാടിത്തരം വഖഫ് മുസ്ലിങ്ങളുടെ. അതായത് ഈ വഖഫ് ബോർഡിന്റെ കീഴിൽ ഏതൊക്കെ ഭൂമിയുണ്ടോ അതൊക്കെ അവർക്ക് പിടിച്ചെടുക്കണം. അതാണ് അതിന്റെ ആശയം. കാരണം ഇതിന്റെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെ ഓരോന്ന് കൊണ്ടുവന്നിട്ട് വർഗീയത കത്തി കാണിക്കണ്ടേ? എടോ, ഇവർക്ക് ഭൂമി വേണമെങ്കിൽ തമിഴ്നാട്, ആന്ധ്ര, ഗുജറാത്ത്, കർണാടക ഇവിടൊക്കെ 1000 ഏക്കർ ഭൂമി തരിശായി കിടക്കുന്നുണ്ട്. പോയിട്ട് എടുക്കോളൂ അവിടെ കുറെ ഭൂമികൾ. ഈ മുസ്ലിങ്ങളുടെ പള്ളി മാത്രം കയറി, മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡിൽ മാത്രം കയറി കൈയാളുന്നത് എന്തിന്?
എല്ലാ നിയമ തടസ്സങ്ങൾ ഉണ്ടായിട്ടും അതിന് മറികടന്നുകൊണ്ടിട്ട് മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി വലിച്ച് നിരങ്ങയല്ലേ അവർ ചെയ്യുന്നത്. ഇതിനെതിരെ ശബ്ദിക്കാൻ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അവിടെ മിണ്ടാതിരുന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മിണ്ടാതിരുന്നതെന്ന് അറിയില്ല. പ്രിയങ്ക ഗാന്ധി വിദേശത്തുമായി. ഇതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതൊക്കെ ശിഖാന്തം അവർ എതിർക്കേണ്ടത് തന്നെയാണ്. പാർലമെന്റ് ബില്ല് എന്തായിരുന്നാലും പാസ്സാവുന്ന അറിയാം, രാജ്യസഭയിൽ പാസ്സാക്കും, പ്രസിഡന്റ് ഒപ്പുവെക്കുന്ന അറിയാം. എന്നാൽ പോലും ആ നീതി നിഷേധത്തിനെതിരെ ശബ്ദിക്കേണ്ടതായിരുന്നു. ഇതാ പ്രതിപക്ഷ നേതാവ്. കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ രാജസ്ഥാൻ ഇന്ത്യ രാജ്യം മൊത്തത്തിൽ നടന്ന് കാലിന് താൻപ് വന്ന ഒരാളല്ലേ രാഹുൽ ഗാന്ധി. എന്താ മിണ്ടാതെയിരുന്ന്? ഇങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് അവർക്ക് എളുപ്പം. പ്രിയങ്ക ഗാന്ധി ഈ വിദേശത്താണെങ്കിൽ ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേഗത കൂടിയ റോക്കറ്റ് പിടിച്ചിട്ട് ഇന്ത്യയിൽ എത്തണ്ടേ, പാർലമെന്റിൽ എത്തണ്ടേ, പറയണ്ടേ? ഇതൊക്കെ സത്യം തന്നെയല്ലേ. പിന്നെ ഇവർ അടച്ചു നിൽക്കുന്ന ആർക്ക് വേണ്ടി? ഇവരെന്ത് പ്രതിപക്ഷം? ഇതിന്റെ പോരായ്മ തന്നെയാണ് അവർ മുതലെടുക്കുന്നത്. ഇതുവർക്ക് എന്തുകൊണ്ട് കണ്ടറിയാൻ പറ്റുന്നില്ല. അപ്പൊ നിയമ തടസ്സങ്ങൾ ഉണ്ടായിട്ട് അതിന് പുല്ലുവില കൽപ്പിച്ചിട്ട് ആണ് ഈ വർഗീയവാദികളുടെ ഗവൺമെന്റ് ഈ വഖഫ് ഭൂമി പിടിച്ചെടുക്കാൻ നോക്കുന്നത്. ഇനിയൊരു കാര്യം, ഇപ്പൊ ഇവിടുത്തെ സീപോർട്ട്, എയർപോർട്ട് ഇവർക്ക് പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തില്ലേ? ഇന്ത്യ രാജ്യത്ത് ഒരു 5 കൊല്ലത്തേക്ക് വിദേശ രാജ്യത്തിന് നടത്താൻ കൊടുക്കട്ടെ. അതിനിങ്ങനെ കുത്തക മുതലാളിമാർക്ക് നടത്താൻ കൊടുക്കട്ടെ, സുഖമായല്ലോ. ഇവർ അതും ചെയ്യും. ഇപ്പോഴും ആ പ്ലാനും ഉണ്ടാകും ഇവരിവിടെ. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഇവിടെ പള്ളിയിൽ നിസ്കരിക്കണമെങ്കിൽ ഇമാമ് നിൽക്കണമെങ്കിൽ ഇമാമായിട്ട് നിൽക്കണമെങ്കിൽ ഈ വർഗീയവാദികളുടെ പൂജാരി വേണമെന്നോ അല്ലെങ്കിൽ ഖുത്ബ ഓതണമെങ്കിൽ വേറൊരു പൂജാരി വേണമെന്നോ അതും പറയാൻ മടിക്കൊന്നുമില്ല. മാത്രം മുസ്ലിങ്ങളോട് കടുത്ത വിരോധമുള്ളവരാണ് ഇവർ. ഇതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ബുദ്ധിയില്ലാത്തവരുടെ ആയുധമാണ് വർഗീയത. കണ്ടല്ലോ, ആ വർഗീയത കളിച്ചല്ലേ ഇവർ പിടിച്ചു നിൽക്കുന്നത്. ഇനിയിപ്പോ ആ വർഗീയത കളിച്ചിട്ട് തന്നെ അത് ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷനെ കണ്ടുവച്ചിട്ടാണ് ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ കണ്ടറിയാം അവിടുത്തെ പ്രതിപക്ഷത്തിന്റെ 5 നയാ പൈസയുടെ വിലയുണ്ട്. There are also fools. ഇതല്ലേ ഇവിടുത്തെ അവസ്ഥ. മുസ്ലിങ്ങൾ അങ്ങനെ നെഞ്ചത്ത് കയറിക്കോളാം. ഈ രാജ്യത്തിന് വേണ്ടി മുസ്ലിങ്ങൾ ചെയ്ത സേവനം പോലെ ചെയ്തവർ വേറെ ആരുണ്ട്? ജസ്റ്റ് ഐ വിൽ ആസ്ക്. ആരുമില്ല. രാജ്യസ്നേഹമാണ്. ഓരോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അന്നം തേടി വന്ന ബ്രിട്ടീഷുകാരിൽ നിന്നിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രധാനികളൊക്കെ തന്നെ അവരുടെ നെഞ്ച് വെള്ളക്കാരൻ്റെ വെടിയുണ്ടൊക്കെ നേരെ വിരിമാറി കാണിച്ച് നിന്നവരാണ്. എന്തിനേറെ, ടിപ്പു സുൽത്താൻ ഒരു വർഷത്തിൽ 8000 മൈസൂർ കറൻസി ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടിയിട്ട് ധനസഹായമായിട്ട് നാലകത്ത് ഹൈദരോസൂട്ട് 30 വഴിയാണ് കൊടുത്തിരുന്നത്. അതെന്തേ? അപ്പൊ ഇവിടെ മതസൗഹാർദ്ദം തകർത്തത് മുസ്ലിങ്ങളല്ല, ഇവിടെ അധികം വർഗീയവാദികളാണ്. ഹിന്ദു സഹോദരന്മാര് നമ്മളുമായിട്ട് വളരെ ഐക്യത്തിൽ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ വർഗീയത വിഷം കലർത്തി ഇവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരേ ഒരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനം ഈ വഖഫ് ബോർഡിൽ വന്നിരിക്കുന്നത്. വഖഫ് ബോർഡ് അവർ കൂടിയിട്ട് എന്താ ബന്ധം? ദേവസ്വം ബോർഡിൽ ആരെങ്കിലും കൈകാടത്താൻ ചെല്ലുന്നുണ്ട്? അത് അവരുടെ മതകാര്യങ്ങൾ, അത് അവരിഷ്ടം പോലെ കൈകാര്യം ചെയ്യുക. അത് ഇവനെന്തെന്ന് ഇസ്ലാമിനെ നശിപ്പിക്കുക, അത് നടക്കുന്ന കേസല്ല എന്നുള്ളവർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഒരു ശങ്കരാചാര്യർ പറഞ്ഞത് മോഡി അമിത്ഷായെ അറസ്റ്റ് ചെയ്യണമെന്ന്. ഇത് ഞാൻ പറഞ്ഞൊന്നുമല്ല. ഇപ്പൊ ലോകം കണ്ടുകൊണ്ടിരിക്കാൻ ഇവരുടെ തമ്മാടിത്തരം. അതുകൊണ്ടൊന്നും എവിടെ ഒരു വില നിലയുള്ളത് ഇന്ത്യക്ക്? ഈ മോഡി അമേരിക്ക പോയിട്ട് ഇപ്പം വന്നില്ല ഒരുത്തൻ, എന്താ ഒരുത്തൻ്റെ പേരുണ്ടല്ലോ അവിടെ, ട്രംപ. അവൻ്റെ കയ്യും പിടിച്ചിട്ട് നിൽക്കുമ്പോഴാണല്ലോ ഇന്ത്യക്കാരനെ അവിടെ നിന്ന് കയറ്റി വിട്ടത്, പ്ലെയിനിൽ നാട് കടത്തിയത്. എങ്ങനെ? കൈക്കും കാലിനും ചങ്ങല വെച്ചിട്ട്, എന്നിട്ട് പ്ലെയിനിൽ സീറ്റോടുകൂടെ വീണ്ടും ചങ്ങല വെച്ച്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ കണ്ടുകൊണ്ടിരുന്ന നാണം കെടുത്തല്ലേ അവർ. മറ്റുള്ള രാജ്യം നമീബിയ പോലുള്ള രാജ്യത്തേക്ക് നാട് കടത്തി ചെന്നപ്പോൾ അവരവരുടെ നാട്ടിലേക്ക് ഒരു കൈറ്റങ്ങരങ്ങൊന്നും ഇല്ലാതെ പ്ലെയിനിൽ കയറ്റി വിട്ട് ചെന്നപ്പോൾ അവരവിടെ എയർപോർട്ടിൽ സ്വീകരിക്കുക. അന്ന് നാടിൻ്റെ പ്രസിഡന്റാണ് ഉണ്ടായിരുന്നത്. ഇവിടെ പ്രസിഡന്റിൻ്റെ നാട്ടിലെ ആളുകളെ ഇവിടെ പിന്നെ ജയിൽ പുള്ളികളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ ഫുലാൻ ദേവി എന്ന് പറഞ്ഞിട്ട് ചെമ്പൽക്കാട്ടിലെ കൊള്ളക്കാരി. അവരെക്കാളും വലിയ കൊള്ളക്കാരായിട്ട് എന്ന പോലെ കണ്ടിട്ടല്ലേ
കൈകാലം ചങ്ങലൊക്കെ വെച്ചിട്ട് പ്ലെയിനിൽ കയറ്റിക്കൊണ്ട് വിട്ടത്. ഒരക്ഷരമിൻ്റെയോ ഇന്ത്യ നാണം കെടുത്തില്ല. ഇന്ത്യ നാണം കെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാനത്തെ ഗതികെട്ട പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വേദന കൊണ്ട് പറഞ്ഞു പോകുന്നത്. എന്തിനാണ് ഇത്ര വലിയ മുസ്ലിം വിരോധം? ന്യൂനപക്ഷ വിരോധം എന്തിന്? ഇപ്പോൾ ക്രിസ്ത്യാനികളെ കൊള്ള ചെല്ലുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ അവിടെയൊക്കെ കുരിശ് കൊണ്ടുവന്ന് എന്തൊക്കെ ചെയ്യുന്നത്. ആയതുകൊണ്ട് വളരെ വളരെ ഉണരേണ്ട സമയമാണ്. ഉണർന്നിട്ട് എന്ത് കാര്യം? പ്രതിപക്ഷമാണ് അവിടെ ശബ്ദിക്കേണ്ടത്, അത് ഉണ്ടാതിരിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയാം. ഇപ്പോൾ എത്ര വിദഗ്ധരായ ആളുകൾ ഈ ബില്ലിനെതിരെ എന്തൊക്കെ പറഞ്ഞ് എന്നിട്ട് വല്ലതും ആയാ. ഇനി വരും ഓരോ മുസ്ലിമത്ത് എഴുതുന്നവരെ കൊണ്ട് വരുവര് ഈ മുസ്ലിം. എന്നിട്ട് ഇസ്ലാമിനെ കുതിരയില്ല. ഇസ്ലാം പവിത്രമാണ്, പരിശുദ്ധമാണ്, അത് റബ്ബിന്റെ വചനമാണ്. അള്ളാഹുവാണ് അതിന് നിയമം ഉണ്ടാക്കി. അതിൽ മാറ്റത്തിരുത്തലുകളില്ല, വിധേയമല്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാണ്. എന്നാൽ ഖുർആനോ അങ്ങനെ അല്ലല്ലോ, അത് കലാമല്ല. ലോകം മുഴുവൻ അംഗീകരിച്ചതല്ല. അതിന് സത്യാവസ്ഥ ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ അക്ഷരാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള ഖുർആനെ പോലെ വേറെ ഏതുണ്ട്? ഏത് ഗ്രന്ഥം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് തൗറാത്തില് പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊരു ജൂതൻ, ഒരു യഹൂദി തൗറാത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് എന്നുള്ള പേര് കാണുമ്പോൾ ആ ഭാഗം അവനാണ്ട് കത്തിരിക്കൊണ്ടാണ് കീറി കട്ട് ചെയ്ത് കളയും. അങ്ങനെ 2-3 ഭാഗത്ത് തൗറാത്ത് ചെയ്ത് കാണുമ്പോൾ മുഹമ്മദ് എന്നുള്ള പേര് കാണുമ്പോൾ അത് കട്ട് ചെയ്ത് കളയും. പിന്നെ അവൻ വിചാരിച്ചു എത്രയെന്നും പറഞ്ഞാൽ അപ്പോൾ അത് കട്ട് ചെയ്യും. എന്നാൽ ഇത്രയും ഈ തൗറാത്തില് മുഹമ്മദിനെ പറ്റി പറയണെങ്കിൽ ആ മുഹമ്മദിനെ ഞാനൊന്ന് നേരിട്ട് പോയിട്ട് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നതിന് വേണ്ടി വന്ന് കണ്ടപ്പോൾ മുഹമ്മദ്, അന്ത മുഹമ്മദ്, നീ മുഹമ്മദ് അല്ലേ? അതെ. നിങ്ങളുടെ ഖുർആനിൽ മൂസയെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്ത് എന്താ പറഞ്ഞത്? വലിയ ആയത്തുണ്ട്, ഞാൻ അത്രയും ദീർഘമായിട്ട് ഓടുന്നില്ല. വമാ തിൽക ബിയമീനിക യാ മൂസ വഖാല ഹിയ അസായ തവക്കഉ ബിഹാ വഅശു ബിഹാ അലാ ഗനമി വലി ബിഹാ മആരിബ ഉഖ്റാ ഖാല അൽഖിഹാ യാ മൂസ فألقاها فإذا هي حية تسعى قال خذها لا تخف سنعيدها سيرتها الأولى. കുറേ ഉണ്ട് ആയിട്ട്. നിന്നെ ആനസ്തനാറല്ല അതൊന്നും ഞാൻ കിടക്കുന്നില്ല. മൂസാ നബിയുടെ കയ്യിൽ വടി. ഒമാത്തിൽ കബിയം, എനിക്ക് അള്ള ചോദിക്കാൻ എന്താണ് മൂസയുടെ കയ്യിൽ? അള്ളാഹ്ക്ക് അറിഞ്ഞൂടെ കയ്യിൽ എന്താണെന്ന്. എന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ മൂസ പറഞ്ഞത് വടിയാണെന്ന് പറഞ്ഞാൽ പോലെ ഈ വടി ഞാൻ ചാരി നിൽക്കും, എനിക്ക് ആടിൻ്റെ മേക്കും എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ട്. അത് വിശദീകരിച്ചു. പോട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അൽഖിഹായ മൂസ എന്നാ വടിയെ താഴട്ടെ. അൽഖാഹ ഫൈദായ, അപ്പോൾ വഴിച്ച് നടക്കുന്ന പാമ്പായി. ഈ കഥകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുവതിക്ക് ഖുർആൻ വിവരിച്ചത് പറഞ്ഞു കൊടുത്തപ്പോൾ കണ്ട. അപ്പൊ ഇത്തരക്കാർ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കും. പ്രവാചകനാണെങ്കിൽ ആ ചരിത്രം അറിയില്ല. അത് അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു പ്രവാചകന്. അതാണ് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ സഹീഹൻ അന്ത മുഹമ്മദ് അന്ത നബിയൻ, നിങ്ങൾ നബി തന്നെ, ഒരു നബിക്കല്ലാതെ റസൂലല്ലാതെ എങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് ഷഹാദത്ത് ചൊല്ലി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതാണ് ഖുർആൻ. അതിനെ മറികടക്കാൻ ആർക്കും കഴിയില്ല. അത് ലോകാവസാനം വരെ അങ്ങനെ ഉണ്ടാവും. പിന്നെ വാക്ക് തർക്കങ്ങൾ നടക്കും. അപ്പോൾ അതൊന്നുമല്ല ഇവിടെ ചർച്ചാ വിഷയമാണ്, എൽമാണ്. അപ്പോൾ അത് ഒരു കാര്യം ചെയ്യണം. ഞാൻ ഇത് കേൾക്കുന്നവരുണ്ടല്ലോ, എന്നോട് പലവരും പറഞ്ഞു ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി എന്നോടൊന്ന് പറയാൻ. നിങ്ങളിതൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. എൽമല്ലേ, ആർക്കെങ്കിലും കിട്ടട്ടെ, ഉപയോഗപ്പെടുന്നവർക്ക് ഉപയോഗപ്പെട്ടോട്ടെ. അത് ലൈക്കാ ഷെയറൊക്കെ ഒന്ന് ചെയ്ത് നിങ്ങൾ. അപ്പോൾ നഷ്ടമുള്ള കേസല്ലല്ലോ. എന്നോട് പലവരും പറഞ്ഞു. ഞാനത് സാധാരണ ചെയ്യലില്ല, പറയലില്ല, പറയാൻ വിട്ടുപോയതാണ്. അതിനെ കൊണ്ട് എന്തോ കാര്യം എൽമാണ്, ആളുകൾ അറിയട്ടെ. നിങ്ങൾ മറക്കാതെ ചെയ്യണം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ എൻ്റെ മൊബൈൽ നമ്പറും വരും ഇതിൽ, അതിൽ വിളിക്കുക. പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിനെ മറികടക്കാൻ നമുക്കുണ്ടല്ലോ ശക്തിയും കരുത്തും കഴിവും തൻ്റെ ഒക്കെ റബ്ബ് തരട്ടെ. അതാണ് നമുക്ക് അവിടെ പ്രാർത്ഥിക്കാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും. എന്തെന്ന് ഇവരെ പോലെ ഇവന്റെയൊക്കെ വിചാരം വലിയ ബുദ്ധിമാനാണ്, വിവരമുള്ളവനാണെന്ന്. പക്ഷെ ജനങ്ങൾ അവരെ നോക്കിയിട്ട് ചിരിക്കുന്ന കഥ ഒന്നും ഇവൻ അറിയുന്നില്ല. ഇപ്പൊ നമ്മൾ പരിഹസിക്കുന്നില്ല, ഇതുപോലെ ലോകം മുഴുവൻ പരിഹസിക്കുകയാണ്. ആയതുകൊണ്ട് ഈ
ഇതുണ്ടല്ലോ, ഈ മുസീബത്തിലിട്ട് അല്ല കാത്തു രക്ഷിക്കട്ടെ. ഇതിവിടെ ഒന്നും നടപ്പാവില്ല. ഇവര് വോട്ട് കിട്ടാൻ വേണ്ടി ഒരു തന്ത്രമാണ്. അതുപോലെ തന്നെ ഇനി ഇവിടെ ഇവർ അധികാരത്തിൽ വരാതെ ഇരിക്കണമെങ്കിൽ ഇതിനെ മറികടക്കണം. അതുപോലെ തന്നെ പഴയ ബാലറ്റ് പേപ്പർ വരണം. എന്തെല്ലാം കള്ളത്തരാണ്. ഗോതമ്പില്ലേ, ഗോതമ്പ് തോട്ടത്തിൽ നിന്നോ മുന്തിരിത്തോട്ടത്തിൽ നിന്നൊക്കെയാണല്ലോ ഇവരെ വോട്ടിംഗ് യന്ത്രം കള്ളത്തരമുള്ള ആ യന്ത്രം. അതുകൊണ്ടല്ലേ ഇവരൊക്കെ അധികാരത്തിൽ എത്തുന്നത്. അതുകൂടെ മാറണം. ഇവിടെ പഴയ ബാലറ്റ് പേപ്പർ വരണം. അതോടുകൂടെ മോഡിയുടെ കഥയും കഴിയും. ഇതിനൊക്കെ മറികടക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും റബ്ബ് ഇതിനോട് തൗബ ചെയ്യണം. തൗബ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. റബ്ബ് നമ്മളെ ഹിദായത്തിലാക്കട്ടെ, നേർവഴിയിലാക്കട്ടെ. ഈ ഇതുണ്ടല്ലോ വഖഫ് ബോർഡ് ബില്ല്, അതുപോലെ തന്നെ ഒരു പാസ്സാക്കിയിട്ട് ഇപ്പം അവർക്ക് തന്നെ തലവേദന ആവുന്ന ഇത്. ഇപ്പം മുനമ്പം ഇപ്പം അവർ തന്നെ എന്താ പറഞ്ഞുണ്ടാക്കി മുനമ്പത്ത് അവർക്ക് തന്നെ പ്രശ്നം. നമുക്കൊന്നും പ്രശ്നമില്ല. ഇവിടെ ചുക്കും ഏൽക്കില്ല. അള്ളാഹ് മൈദന ഫിദ്ദാരൈൻ, റഹ്മാനായ അള്ളാഹ് ഈ സമുദായത്തിന്റെ സഹോദരങ്ങളെല്ലാം തന്നെ സമുദായത്തെയും നേർവഴിയിലാക്കണമേ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.